A rectangular plate 0 less than or equal to x less than or equal to y less than or equal to 4 has fixed boundary temperature, bottom 0 degree, left 75 degree, right 50 degree and top 100 degree. The steady state temperature satisfies Laplace equation del square u equal to 0 using mesh size h equal to 1. Write the finite difference equation for the interior point and perform 2 iterations of the Jacobi method, starting all interior values equal to 0. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് നോക്കാം, ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ വാല്യൂസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂസ് നോക്കാം. 0 to 4 വരെയാണ് എക്സ് വൈയുടെ വാല്യൂ 0 to 4 വരെയാണ് വന്നത്. എച്ചിന് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ ഓരോ എച്ച് ഡിഫറൻസിൽ വേണം എക്സ് വൈയുടെ വാല്യൂസ് എടുക്കാൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നോക്കാം. 0 1 2 3 4. വൈയുടെ വാല്യൂ 0 1 2 3 4. എച്ച് ഓരോ 1 ആഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ 1 2 3 4 0 1 2 3 4ഉം 0 തുടങ്ങിയവയാണേ. വൈയും 0 1 2 3 4ഉം എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് ഈ വാല്യൂസ് ഇങ്ങനെ ഒരു ഗ്രിഡ് ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ 0 1 2 3 4, ഇവിടെ 0 1 2 3 4 ഇങ്ങനെയാണ് എടുത്തത്. ഇവിടെ അപ്പോൾ 0ന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ പോയിൻറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ എക്സ് ആക്സിസ് എടുക്കത്തില്ലേ, എക്സും വൈ ആക്സിസ് എടുക്കുമ്പോൾ ഇവിടെ 1 ആണെങ്കിൽ വൈയിൽ 2 ആണെങ്കിൽ നമ്മളിതിനെ 1 2 എന്ന് എടുക്കില്ലേ, ആ ഫോമിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കാം. ഇവിടെ 0 0 1 0 2 0 3 0 4 0. അപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ u11 u21 u31 അങ്ങനെ പോവും. ഇവിടെ അങ്ങനെ എല്ലാവരും വരാം. ഇത് നോക്കിയാൽ ഇത് ആദ്യം എഴുതണം, ഈ താഴെയുള്ളത് ആദ്യം എഴുതണം. അപ്പോൾ ഇവിടെ ഇത് 1, ഇവിടെ നേരെ ഉള്ളത് 1 2, ഇങ്ങനത്തെ ഫോമിൽ എല്ലാം എഴുതാം. ഇത്രയും പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഈ ഉള്ളിലത്തെ പോയിൻറ്റ്സ് വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ് u11 u21 u31 u32 u22 u12 അങ്ങനെയുള്ള ഈ പോയിൻറ്റ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ വാല്യൂസ് നമുക്കറിയാം. ഇവിടെ പറഞ്ഞിട്ടില്ലേ 0 ഡിഗ്രി ബോട്ടം, ലെഫ്റ്റ് 70 ഡിഗ്രി. അപ്പോൾ 0 ഡിഗ്രി ബോട്ടം എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റ്സ് മൊത്തം 0 ഡിഗ്രി ആയിരിക്കും. ലെഫ്റ്റ് 75 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതെല്ലാം 75 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് 50 എന്ന് പറയുമ്പോൾ ഇതെല്ലാം, ഈ പോയിൻ്റ് എല്ലാം 50, ടോപ്പ് 100 ആണ്. അപ്പോൾ മുകളിലത്തെ എല്ലാം 100 ആണ്. അപ്പോൾ ഇതിൽ u11 നോക്കാം. u11 നോക്കാനായിട്ട് ഇവിടെ ഒരു ഫോർമുലയുണ്ട്. അതായത് ഇതിൻ്റെ ഈ വാല്യൂ കാണാനായിട്ട് ഇതിൻ്റെ ഈ റെക്റ്റാങ്കുലർ പോലത്തെ, അതായത് സ്ക്വയർ പോലെ ഇതിൻ്റെ 4 വശത്തെയും വാല്യൂസ് ആഡ് ചെയ്ത് 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതാണ് കേട്ടോ ആ ഫോർമുല. അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഈ വാല്യൂസ് എല്ലാം 0 ആയിട്ടാണ് എടുക്കുക. ഇതെല്ലാം 0 ആയിട്ടാണ് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ u11 നോക്കിയാണ്. u11 നോക്കുമ്പം ഈ വാല്യൂ, ഇതിൻ്റെ 4 വശത്തുള്ള വാല്യൂ നോക്ക്. ഈ വാല്യൂ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, ഇത് ഓൾറെഡി 0 ആണ്. ഈ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പോൾ അത് 0 ആയിട്ടാണ് എടുക്കുക. ആദ്യത്തേതിൽ ഈ വാല്യൂ 75. ഇത് ഗോസ് ജാക്കോബി മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 18.75 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അടുത്തത് u12 എന്ന് പറയുമ്പോൾ ഏതാ, u12 ഇതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള വാല്യൂ ഇത് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ ഇവിടെ ജാക്കോബിയിൽ യൂസ് ചെയ്തില്ല. ഗോസ് സീഡലിലാണെങ്കിൽ ഓരോ കിട്ടിയ വാല്യൂ അങ്ങനെ ചെയ്ത് പോകും. അപ്പോൾ വേഗം നമ്മൾ ഐട്രേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് ഇത് 0 ഇത് 0 ഇത് 75. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 4 കൊണ്ട് ഇത് കിട്ടും. മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഈ സെൻറ്ററിലെ വാല്യൂ കിട്ടാൻ 4 വശത്തെയും വാല്യൂസ് ആഡ് ചെയ്ത് 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ എല്ലാവരും ഇതേപോലെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ നോക്ക്, ഇതിൻ്റെ ചുറ്റുമുള്ളത് ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. ഇതിൻ്റെ ചുറ്റുമുള്ള 4 വശത്തേക്കും പോയേക്കണത് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 കിട്ടും. അങ്ങനെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. ഇതാണ് ഐട്രേഷൻ 1. ക്വസ്റ്റ്യനിൽ ഐട്രേഷൻ 2 വരെയും കണ്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു 4 എണ്ണമൊക്കെ ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കിട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പുതിയ വാല്യൂസാണിത്. പുതിയ വാല്യൂസാണിത്. ഇനി നമുക്ക് ഐട്രേഷൻ 2 കൂടെ ആണ്. ഈ വാല്യൂസ് മാറത്തില്ല കേട്ടോ.
ഈ സൈഡിലുള്ള വാല്യൂസ് മാറത്തില്ല. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ U11 കാണാം. U11 ഇത് എല്ലാം കാണണം. U11 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ്. ഇവിടെ പുതിയ കിട്ടിയ വാല്യൂ ഇല്ലേ 0, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 18.85 കഴിഞ്ഞ പ്രോബ്ലത്തിൽ കിട്ടിയത്. ഇത് എന്താണ് 75, അത് 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്തത് ഇത് 0, ഇതിൻ്റെ 4 വശത്തുള്ള വാല്യൂസ് നോക്കാം. ഈ പോയിൻ്റാണ് കേട്ടോ, U22 ആണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ ഇവിടെ 0, ഇവിടെ 12.5, ഇത് 0, ഇത് 18.75, ഇതെല്ലാനും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഐട്രേഷൻ 2 വരെ കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു 4 ഐട്രേഷനോ ഒക്കെ ചെയ്യേണ്ടി വരും. നല്ല മാർക്കുണ്ടെങ്കിൽ 9 മാർക്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഏകദേശം ഒരേപോലെ വരെയും ചെയ്യണം. ഇതൊരു 7 ഐട്രേഷനൊക്കെ വന്നെ ശരിക്കും ആൻസർ കിട്ടണമെങ്കിൽ. അപ്പോൾ അതനുസരിച്ച് ചെയ്യാം.